ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. വൈശാഖ മാസമാണ്. മഹാഭാഗവതത്തിലെ ബ്രഹ്മദേവൻ്റെ സൃഷ്ടികർമ്മങ്ങളെ പറ്റിയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വിശദമായി തന്നെ പഠിച്ചത്. അതിൽ നമ്മൾ പഠിച്ചു, ബ്രഹ്മദേവൻ തൻ്റെ ദക്ഷിണഭാഗത്തു നിന്നും ഒരു പുരുഷനെ സൃഷ്ടിച്ചുവെന്നും തൻ്റെ വാമഭാഗത്തു നിന്നും ഒരു സ്ത്രീയെ സൃഷ്ടിച്ചുവെന്നും പഠിച്ചു. പുരുഷൻ്റെ പേര് സ്വയംഭുവ മനു, അതായത് സ്വയമേവ ഉണ്ടായ ആദ്യത്തെ മനു. സ്ത്രീക്ക് ശതരൂപ എന്നും നാമകരണം ചെയ്യുകയുണ്ടായി. അവർക്ക് 2 പുത്രന്മാരും 3 പുത്രിമാരുമാണ് ജനിച്ചത്. ആ കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം വളരെ വിശദമായി തന്നെ പറഞ്ഞിരുന്നു. അതിനകത്ത് 2ാമത്തെ പുത്രിയുടെ കാര്യം നമ്മൾ ഒന്ന് മാറ്റിവെച്ചിരുന്നു. ആ ഭാഗമാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ആ ഭാഗം മാത്രമല്ല, ബാക്കി കുറച്ച് കാര്യങ്ങളും കൂടിയൊക്കെ നമ്മൾ ഇന്നത്തെ ഈ അധ്യായത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇന്നലത്തെ അധ്യായം കേട്ടിട്ടില്ലാത്ത എല്ലാവരും തന്നെ കേൾക്കുക. നമ്മൾ 2 അധ്യായങ്ങൾ ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. പ്ലേലിസ്റ്റിൽ വൈശാഖമാസം ഭാഗവതം എന്ന് പറഞ്ഞ ഒറ്റ ഫോൾഡർ, വൈശാഖമാസം ഭാഗവതം, അതിൽ ഇതുവരെ നമ്മൾ ഭാഗവതത്തിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളാണോ ഇട്ടിരിക്കുന്നത് അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കേൾക്കാത്തവരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ഒന്ന് നോക്കിയാൽ കിട്ടും. അതല്ലെങ്കിൽ നമ്മുടെ ചാനലിലുണ്ടല്ലോ, അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഭാഗം ഒന്ന് കേൾക്കാം. ഇന്നലെ നമ്മൾ പറഞ്ഞ ഭാഗം 2-3 തവണ കേൾക്കണം, എങ്കിലേ നിങ്ങൾക്ക് ആ പേരുകളൊക്കെ ഒന്ന് ഓർത്തിരിക്കാനായിട്ട് പറ്റുകയുള്ളൂ. അങ്ങനെ ബ്രഹ്മദേവൻ സ്ത്രീയെയും പുരുഷനെയും സൃഷ്ടിക്കുന്നു. അവർക്ക് 2 പുത്രന്മാരും 3 പുത്രിമാരും ജനിച്ചു. 2ാമത്തെ പുത്രിയുടെ പേര് ദേവഹൂതി. ദേവഹൂതി എന്ന കന്യകയെ ബ്രഹ്മദേവൻ്റെ നിഴലിൽ നിന്നുണ്ടായ കർദമനാണ് വിവാഹം കഴിച്ചത് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇനി എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക. കർദമനും ദേവഹൂതിയും വലിയ വിഷ്ണു ഭക്തരായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ഭക്തിയുടെ ഫലമായി അവർക്ക് 9 സൽഗുണവതികളായ പുത്രിമാരാണ് ഉണ്ടായത്. ആ കൂട്ടത്തിൽ ഒരു പുത്രനും ഉണ്ടായി. അങ്ങനെ കർദമൻ്റെ 9 പെൺകുട്ടികളിൽ കല എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുണ്ട്. ആ കലയെ മരീചിയാണ് വിവാഹം കഴിക്കുന്നത്. അനസൂയയെ അത്രിയും, ശ്രദ്ധയെ അങ്കിരസും, ഹവിർഭൂവിനെ പുലസ്ത്യനും, ഗതിയെ വസിഷ്ഠനും വിവാഹം കഴിച്ചു. അപ്പോൾ ഇത്രയും കുട്ടികളാണ് ആ 9 കുട്ടികൾ. ആ 9 കുട്ടികളുടെ പേരാണ് കല, അനസൂയ, ശ്രദ്ധ, ഹവിർഭുവ്, ഗതി, ക്രിയ, ഖ്യാതി, അരുന്ധതി എന്നിവർ. ഭർത്താക്കന്മാർ 9 പേരും ബ്രഹ്മാവിൻ്റെ പുത്രന്മാരാണ്. അങ്കിരസിൻ്റെ പുത്രനാണ് ദേവാചാര്യനായ ബൃഹസ്പതി. കർദമന് ഒരു പുത്രനുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. 9 പെൺകുട്ടികളും ശ്രേഷ്ഠനായ ഒരു പുത്രനും. ആ പുത്രൻ്റെ പേരാണ് കപിലൻ. അദ്ദേഹം കപില വാസുദേവൻ എന്ന പേരിൽ ഒരു വലിയ മഹർഷിയായി തീർന്നു. അദ്ദേഹം ഒരു തത്വചിന്തകനായിരുന്നു. അദ്ദേഹത്തെ പറ്റിയാണ് ഇന്ന് നമ്മൾ പറയുന്നത്. കപിലൻ മഹാവിഷ്ണുവിൻ്റെ അംശം കൊണ്ടുണ്ടായ ഒരു അവതാരമാണ് കപിലൻ. തൻ്റെ കൗമാരപ്രായത്തിൽ തന്നെ അദ്ദേഹം മാതാപിതാക്കളെ വെടിഞ്ഞിട്ട് തപസ്സിനായിട്ട് പുറപ്പെട്ടു. ഒത്തിരി കാലം അദ്ദേഹം ശ്രീനാരായണനെ തപസ്സു ചെയ്ത് ഒരു നിഷ്കാമ ജ്ഞാനയോഗിയായി തീരുകയാണ്. കർദമൻ്റെ ഇളയ പുത്രനായിരുന്നു കപിലൻ. പെൺകുട്ടികളെല്ലാം മൂത്തതായിരുന്നു. അങ്ങനെ കർദമൻ പെൺകുട്ടികളെ എല്ലാം വിവാഹം കഴിപ്പിച്ചയച്ചു. ഒരു മകനുണ്ടായിരുന്നു. ആ മകൻ സന്യാസിയായി. അതിനുശേഷം സ്വാഭാവികമായും ഈ കർദമനും ദേവഹൂതിയും കൂടി വളരെ കാലം എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ച് സന്തോഷത്തോടു കൂടി അങ്ങനെ ജീവിക്കുകയാണ്. ഭാര്യയും ഭർത്താവും വളരെ സുഖകരമായി എല്ലാ ഐശ്വര്യങ്ങളോടും കൂടി ജീവിച്ചു.
ഏറ്റവും അവസാനം കർദമന് ഈ ജീവിതത്തിനോട് വിരക്തി തോന്നിത്തുടങ്ങി. അങ്ങനെയാണല്ലോ. അങ്ങനെ വിരക്തനായിട്ട് ഈ കർദമൻ എന്ത് ചെയ്യുകയാണെന്നറിയാമോ? ഈ ദേവഹൂതിയെ വെടിഞ്ഞിട്ട് അദ്ദേഹം തപസ്സിനായിട്ട് പോയി. അങ്ങനെ അദ്ദേഹം ബ്രഹ്മജ്ഞാനിയായി തീർന്നു. പാവം ദേവഹൂതി. ഭർത്താവും പോയി, മക്കളെയെല്ലാം കല്യാണം കഴിപ്പിച്ചയച്ചു, പെൺമക്കളെ. ഒരു മകനുണ്ടായിരുന്നു, മകനും സന്യാസിയായി. അങ്ങനെ ഈ ഭർത്താവിൻ്റെ വേർപാടിൽ ദുഃഖിതയായും അശരണയുമായി ഭവിച്ച ദേവഹൂതി വളരെ സങ്കടത്തോടു കൂടി പുത്രനായ കപിലൻ്റെ ആശ്രമം തിരക്കി കണ്ടുപിടിച്ച് അവിടെ എത്തി തൻ്റെ വിഷമം മുഴുവനും പറഞ്ഞു. ശ്രേഷ്ഠനായ വിഷ്ണുഭക്തി മൂലം കപിലന് മുനികൾ അക്കാലത്ത് കപിലവാസുദേവൻ എന്ന നാമകരണവും നടത്തിയിരുന്നു. അങ്ങനെ ആ സമയത്ത് അദ്ദേഹം വലിയ ജ്ഞാനിയായിരുന്നു, സന്യാസിയായിരുന്നു. കപിലവാസുദേവൻ എന്ന നാമമൊക്കെ സിദ്ധിച്ച് പരമ യോഗിയായിട്ടിരിക്കുന്ന സമയത്താണ് അമ്മ ഭർത്താവ് ഉപേക്ഷിച്ചു പോയി, ഞാൻ ഇനി എന്തു ചെയ്യുമെന്നും ചോദിച്ച് ചെല്ലുന്നത്. അങ്ങനെ തൻ്റെ അമ്മയ്ക്ക് മനസ്സമാധാനം വരുത്തുന്നതിന് വേണ്ടി അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു. നിങ്ങൾ ആ വരികളൊന്ന് കേട്ടുകൊള്ളുക, ശ്രദ്ധിച്ചു കേൾക്കണം. അമ്മേ, അമ്മയ്ക്ക് പ്രായമായി. ഈശ്വര ചിന്തയിൽ ലയിച്ചിരിക്കേണ്ട കാലമാണിത്. ഇപ്പോഴും ഭർത്താവിൻ്റെ സുഖം അനുഭവിക്കണമെന്ന് അമ്മയ്ക്ക് തോന്നുന്നത് അജ്ഞത കൊണ്ടാണ്. ശരീരസംബന്ധമായ മോഹത്തിൽ നിന്ന് സ്ത്രീ പുരുഷന്മാർക്ക് വിഷയാസക്തി ജനിക്കുന്നു. ഭക്തി കൊണ്ട് മാത്രമേ നരകപ്രദമായ വിഷയാസക്തിയെ ത്യജിക്കുവാൻ സാധിക്കൂ. എന്നിട്ട് വീണ്ടും മകൻ അമ്മയെ ഉപദേശിക്കുകയാണ്. യഥാർത്ഥമായ ഭക്തിയാണ് മുക്തിക്ക് കാരണം. ഭക്തിക്ക് വേണ്ടി ഇന്ന വിധത്തിലൊക്കെ ദൈവത്തെ ഭജിക്കണം എന്നുള്ളതിന് യാതൊരു നിർബന്ധവുമില്ല. സർവവും ഈശ്വരനായി കണ്ടുകൊണ്ട്, അതായത് ഈ പ്രപഞ്ചം മുഴുവനും ഈശ്വരമയമാണെന്ന് ധരിച്ചുകൊണ്ട് സർവവും ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവമേ എന്ന് ചിന്തിച്ചുകൊണ്ട് ഏതു കാര്യവും പ്രവർത്തിക്കുന്നത് ഭക്തിയോഗമാണ്. ഒന്നിലും പ്രത്യേകമായ അഭിനിവേശമോ ആശയോ പ്രതിഫലേച്ഛയോ കൂടാതെയുള്ള നിഷ്കാമ ഭക്തിയാണ് ഉത്തമമായ ഭക്തി. എന്നാലും ഭക്തൻ ഭക്തിയോടുകൂടി ആശിക്കുന്നത് ഭഗവാൻ നൽകുന്നു. ഭൂമി, വെള്ളം, വായു, അഗ്നി, ആകാശം എന്നീ പഞ്ചഭൂതങ്ങളും ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്ന പഞ്ചസൂക്ഷ്മഭൂതങ്ങളും മനസ്സ്, കണ്ണ്, മൂക്ക്, നാക്ക്, കർണം, ത്വക്ക് എന്നിങ്ങനെയുള്ള 5 ജ്ഞാനേന്ദ്രിയങ്ങളും വദനം, പാണി, പായു, പാദം, ഉപസ്ഥം എന്നിങ്ങനെ പഞ്ചകർമ്മേന്ദ്രിയങ്ങളും എല്ലാം മായികമായ വെറും തോന്നലാണെന്നും അനശ്വരമായ ശരീരത്തെ സംബന്ധിക്കുന്നവ മാത്രമാണ് എന്നുള്ള ബോധവും ഉണ്ടായാൽ അവിടെ യഥാർത്ഥ ഭക്തി ഉദിക്കുന്നു. ഭക്തിയുണ്ടായാൽ അതിൻ്റെ കൂടെ മുക്തിയും കൈവരുന്നു. എന്നിട്ട് വീണ്ടും പറയുകയാണ്, ഭഗവാൻ വൈകുണ്ഠപതിയുടെ അവതാര കഥകളെയും അദ്ദേഹത്തിൻ്റെ ഗുണമഹിമകളെയും കേട്ട് ആനന്ദിക്കുക. ഭഗവാന്റെ തിരുനാമങ്ങൾ കീർത്തിക്കുക. ഭഗവാനെ മനസ്സിൽ സ്മരിക്കുക. അദ്ദേഹത്തെ സങ്കല്പിച്ചുകൊണ്ട് ഏതു കാര്യവും ചെയ്യുക. ഭഗവാന്റെ രൂപത്തിലോ വിഗ്രഹത്തിലോ പുഷ്പങ്ങൾ അർച്ചിക്കുക. ഭഗവാന്റെ വിഗ്രഹത്തെ ദർശിച്ച് കൈകൂപ്പി വന്ദിക്കുക. ഭഗവാനെ തൻ്റെ തോഴനായോ യജമാനനായോ സങ്കല്പിക്കുക. ഭഗവാന്റെ ദാസനാണ് താനെന്ന് ഓർത്ത് ഭക്തിയോടുകൂടി അശ്രുക്കൾ വാർക്കുക. സർവവും ഭഗവാനിൽ ആത്മാർപ്പണം ചെയ്യുക. ഇങ്ങനെയുള്ള 9 ഉപാസനകൾ മൂലമുണ്ടാകുന്ന ചിത്തവൃത്തിയാണ് പരമമായ ഭക്തി. ഈ 9ൽ ഏതെങ്കിലും ഒന്നുണ്ടായാൽ പോലും അവൻ ഭക്തനാണ്. ഹൃദയത്തിൽ വഞ്ചനാത്മകമായ കാപട്യത്തിൻ്റെ കറ പറ്റരുത് എന്ന് മാത്രം.
അതുകൊണ്ട് അമ്മ സർവമനോവ്യാകുലതയും വെടിഞ്ഞും ഭക്തവത്സലനായ നാരായണമൂർത്തിയെ ധ്യാനിച്ചും ഭജിച്ചും ജീവിച്ചു കൊള്ളുക. അങ്ങനെ ഭക്തിയുടെ പ്രാധാന്യത്തെപ്പറ്റിയും എങ്ങനെയാണ് ഒരു മനുഷ്യൻ മോക്ഷത്തിലേക്ക് എത്തേണ്ടത് എന്നതിനെ പറ്റിയുമൊക്കെ കപിലൻ അമ്മയെ ഉപദേശിക്കുന്നു. അതാണ് ഭാഗവതത്തിലെ കപിലോപദേശം. മായയും മോഹവും ഒന്നും തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥമായ അർത്ഥമല്ല എന്നും ഈശ്വര സാക്ഷാത്കാരം കൊണ്ട് മാത്രമേ നമ്മുടെ മനുഷ്യായുസ്സിന് മോക്ഷം ഉണ്ടാവുകയുള്ളൂ എന്നുമൊക്കെ വളരെ ലഘുവായി അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കപിലൻ. കപിലൻ മാതാവിനെ ഉപദേശിച്ചിട്ട് അമ്മയുടെ മനസ്സിലെ വേദനയും വ്യാകുലതയും ഒക്കെ ശമിപ്പിച്ചിട്ട് അമ്മയുടെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചിട്ട് അമ്മയെ പറഞ്ഞങ്ങ് വിടുന്നു. അങ്ങനെ അമ്മ അങ്ങ് സമാധാനിക്കുന്നു. അല്ലാതെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അച്ഛൻ പോയി, അച്ഛനെ തിരിച്ചു വിളിച്ചുകൊണ്ട് വരാൻ പറ്റുമോ? മകൻ സന്യാസിയായി, അവിടെ ചെന്നിരുന്ന് കരഞ്ഞിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? പെൺമക്കളെ വിവാഹം കഴിപ്പിച്ചയച്ചു. അപ്പം ഇനി ഒന്നുമില്ല, ശിഷ്ടകാലം നാമം ജപിച്ച് എവിടെയെങ്കിലും കഴിഞ്ഞുകൂടുക, ഇതാണ് വിധി എന്നോർത്ത് അമ്മ സമാധാനിച്ച് അങ്ങ് പോകുന്നു. അങ്ങനെ പുത്രൻ്റെ ഉപദേശമനുസരിച്ച് ദേവഹൂതി എല്ലാ ജീവിത സുഖചിന്തകളും വെടിഞ്ഞിട്ട് ഭക്തിയോഗത്താൽ ഒടുവിൽ സായുജ്യം അടഞ്ഞു. അമ്മ പോയതിനു ശേഷം കപിലൻ്റെ ആശ്രമത്തിലേക്ക് ധാരാളം മഹർഷിമാരും യോഗികളുമൊക്കെ എത്തിച്ചേരുകയും അവരുടെ കൂടെ കപിലൻ ആശ്രമം വെടിഞ്ഞിട്ട് വീണ്ടും തപസ്സിനായിട്ട് മേരുപർവ്വതത്തിലേക്ക് പോകുന്നു. ഈ കപില മഹർഷിയാണ് പിന്നീട് സൂര്യവംശത്തിലെ സഗരൻ എന്ന രാജേന്ദ്രൻ്റെ 60,000 പുത്രന്മാരെ പാതാളത്തിൽ വെച്ച് ശപിച്ച് ഭസ്മമാക്കിയത്. ആ കഥ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അത് നമുക്ക് മറ്റൊരവസരത്തിൽ പറയാം. ദേവഹൂതിയുടെ അനുജത്തിയാണ് ആര്? പ്രസൂതി. പ്രസൂതിയെ ദക്ഷനാണ് വിവാഹം കഴിച്ചത്. ആ കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അവർക്ക് 50 പുത്രിമാരുണ്ടായെന്നും അഷ്ടവസുക്കൾ സന്താനങ്ങളായി ഉണ്ടായെന്നും നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. അതിൽ പ്രസൂതിയുടെയും ദക്ഷൻ്റെയും ഒരു മകളാണ് മൂർത്തി. മൂർത്തിക്കും ധർമ്മദേവനും ജനിച്ച പുത്രന്മാരാണ് നരനാരായണന്മാർ. ആരാണ് നരനാരായണന്മാർ? ഒരു കാലത്ത് 1000 കവചങ്ങൾ അണിഞ്ഞ സഹസ്ര കവചൻ എന്ന ഒരു അസുരനുണ്ടായിരുന്നു. അവൻ ഭയങ്കര അഹങ്കാരിയായിരുന്നു, അതുപോലെ ശക്തിശാലിയുമായിരുന്നു. അവൻ ത്രിലോകങ്ങളെയും കീഴടക്കിയിട്ട് മഹർഷിമാരെയും ദേവന്മാരെയും ഒക്കെ തന്നെ നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടേയിരുന്നു. 1000 വർഷം തപസ്സു ചെയ്യുകയും അതിനുശേഷം 1000 വർഷം യുദ്ധം ചെയ്യുകയും ചെയ്യാൻ കഴിവുള്ള ഒരാൾക്ക് മാത്രമേ തൻ്റെ ഒരു കവചം, അതായത് ഇവന് 1000 കവചമുണ്ടെന്നാണ് പറഞ്ഞത്, അതിൽ ഒരു കവചം ഭേദിക്കുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു വരം ഈ അസുരൻ മേടിച്ചിരുന്നു. അതായത് 1000 വർഷം തപസ്സു ചെയ്യണം, എന്നിട്ട് 1000 വർഷം യുദ്ധം ചെയ്യണം. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഇവൻ്റെ ഒരു കവചം ഭേദിക്കുവാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ ഇവന് 1000 കവചങ്ങളുണ്ട്. അങ്ങനെ ഒരാൾ ഒരിക്കലും ജനിക്കുകയില്ല എന്ന് ചിന്തിച്ചിട്ടാണ് ഇവൻ ഇങ്ങനെ ഒരു വരം മേടിച്ചത്. അതുകൊണ്ടാണ് ഇവനിങ്ങനെ ഭയങ്കരമായിട്ട് അഹങ്കരിച്ച് നടന്നുകൊണ്ടിരുന്നത്. ഈ വരത്തിൻ്റെ രഹസ്യം നരനാരായണന്മാർ മനസ്സിലാക്കുന്നു. അതിനുശേഷം അവരെന്ത് ചെയ്യുന്നതെന്നറിയാമോ? 1000 വർഷം തപസ്സു ചെയ്യുകയും അതിനുശേഷം ഇവനെ യുദ്ധത്തിന് വിളിക്കുകയും അവനുമായി ഉഗ്ര യുദ്ധം നടത്തുകയും ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ട് ഒരു കവചം മുറിച്ചു. പിന്നീട് ഒരാൾ തപസ്സനുഷ്ഠിക്കുകയും മറ്റേയാൾ പോരാടുകയും ചെയ്തു. ഇങ്ങനെ മാറി മാറി അവർ ചെയ്തുകൊണ്ടിരുന്നു. നരനും നാരായണനും. ഒരാൾ തപസ്സനുഷ്ഠിക്കും, മറ്റേയാൾ യുദ്ധം ചെയ്യും. മറ്റേയാൾ യുദ്ധം ചെയ്യുമ്പോൾ അടുത്ത ആൾ തപസ്സനുഷ്ഠിക്കും. ഇങ്ങനെ രണ്ടായി നിന്നുകൊണ്ട് ഇവരിങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ യുദ്ധം ചെയ്തിട്ട് ഈ അസുരൻ്റെ 999 കവചങ്ങളും മുറിച്ചു.
ശേഷം ഒരു കവചം. അതോടുകൂടി അവനങ്ങ് ദുർബലനായി തീർന്നു. അങ്ങനെ പ്രാണഭീതിയോടുകൂടി അവൻ ഭൂതലം വെടിഞ്ഞ് പാതാളത്തിൽ എവിടെയോ പോയി ഒളിച്ചു. അങ്ങനെ ഈ സഹസ്ര കവചന്റെ ഉപദ്രവം അവസാനിച്ചതിനാൽ ദേവകളും മഹർഷിമാരും എല്ലാവരും തന്നെ പ്രസാദിക്കുകയും അവർ നരനാരായണന്മാരെ അനുഗ്രഹിക്കുകയും ചെയ്തു. അതിനുശേഷം നാരായണൻ സഹോദരനായ നരനോടും കൂടി ലോക അനുഗ്രഹത്തിനു വേണ്ടി ബദര്യാശ്രമത്തിൽ പോയി തപസ്സനുഷ്ഠിച്ചു. അതിനുശേഷം അവർ ഭഗവാൻ നാരായണൻ്റെ തൃപ്പാദങ്ങളിൽ അഭയം പ്രാപിച്ചു. അതിനുശേഷം നരനാരായണ സാന്നിധ്യമുള്ള ബദര്യാശ്രമം ഒരു പരിപാവന പുണ്യസ്ഥലമായി തീർന്നു. ബദര്യാശ്രമത്തിൽ നമ്മൾ ഒരുപാട് ആളുകൾ, കേരളത്തിൽ നിന്നൊക്കെ ധാരാളം ആളുകൾ അവിടെ പോയി പ്രാർത്ഥിക്കാറുണ്ട്. അപ്പം ആ ക്ഷേത്രത്തിൻ്റെ, ആ പുണ്യഭൂമിയുടെ പ്രാധാന്യം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഈ ഭാഗങ്ങളൊക്കെ തന്നെ ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് നിങ്ങൾ ഓർക്കുക. നരനാരായണമൂർത്തി അവിടെ സദാ പള്ളി കൊണ്ടരുളുന്നു എന്നും അവിടെ പോയി തപസ്സനുഷ്ഠിക്കാൻ സാധിക്കുന്നവൻ ആരാണോ അവന് ഭഗവാന്റെ സായുജ്യം അനായാസേന ലഭിക്കും എന്നാണ് പറയുന്നത്. അത്രത്തോളം പുണ്യമായ സ്ഥലമാണ് ബദര്യാശ്രമം. അപ്പോൾ ബദര്യാശ്രമത്തിൻ്റെ പ്രാധാന്യം കൂടി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ നരനാരായണന്മാരെ പറ്റിയും. നരനാരായണന്മാരാരായിരുന്നു? ബ്രഹ്മദേവൻ സൃഷ്ടിച്ച ആദ്യത്തെ പുരുഷനായ സ്വയംഭുവ മനുവിൻ്റെയും ആദ്യത്തെ സ്ത്രീയായ ആര്? ശതരൂപയുടെയും പുത്രിയായ പ്രസൂതി എന്ന സുന്ദരിയുടെയും പ്രസൂതിയുടെ ഭർത്താവായ ദക്ഷൻ്റെയും മകളായ മൂർത്തി എന്ന പുണ്യവതിയിൽ ധർമ്മദേവന് ജനിച്ച മഹാവിഷ്ണുവിൻ്റെ അംശാവതാരമായ നരനാരായണന്മാർ. അവർ ബദര്യാശ്രമത്തിൽ പോവുകയും അവിടെ ഇരുന്ന് തപസ് ചെയ്യുകയും ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ മോക്ഷം നേടുകയും ചെയ്തു. അതുകൊണ്ടാണ് ബദര്യാശ്രമത്തിന് ഇത്രയും വലിയ പ്രാധാന്യം നമ്മൾ ഹിന്ദുമത വിശ്വാസികൾ കൊടുക്കുന്നത്. ഇനി നമുക്ക് ചില സമയക്രമങ്ങളെ പറ്റി നോക്കാം. ശ്രീശുകനാണ് പരീക്ഷത്തിന് ഇക്കാര്യം പറഞ്ഞു കൊടുക്കുന്നത്. അല്ലയോ രാജാവേ, ഒരു നേരിയ സൂചിമുന കൊണ്ട് ഒരു തളിരിലയിൽ കുത്തിയാൽ അത് തുളഞ്ഞ് മറുപുറത്തെത്തുന്ന ആ സമയത്തിന് ക്ഷണനേരം എന്ന് പറയുന്നു. അപ്പം ക്ഷണനേരം എന്താണ്? ഒരു തളിരിലയിൽ ഒരു സൂചി കൊണ്ട് കുത്തിയാൽ അത് തുളഞ്ഞ് അപ്പുറത്തെത്തുന്ന ആ സമയമാണ് ക്ഷണനേരം. 30 ക്ഷണത്തിന് ഒരു ത്രുടി എന്നാണ് പറയുന്നത്. 30 ത്രുടിക്ക് ഒരു കല എന്ന് പറയുന്നു. ഇനി 30 കലയ്ക്ക് എന്താണ് പറയുന്നത്? ഒരു മാത്ര എന്ന് പറയുന്നു. അല്ലെങ്കിൽ ഒരു വിരൽ ഞൊടിയുടെ സമയം, അങ്ങനെയും പറയാം. 40 മാത്ര സാധാരണ ഒരു മനുഷ്യൻ്റെ വീർപ്പിൻ്റെ സമയമാണ്. 6 വീർപ്പ് അല്ലെങ്കിൽ 240 മാത്ര ഒരു വിനാഴികയാണ്. വിനാഴികയും നാഴികയും നമുക്കറിയാമല്ലോ. 60 വിനാഴികയാണ് ഒരു നാഴിക. 60 നാഴിക ഒരു മനുഷ്യ ദിവസം അല്ലെങ്കിൽ ഒരു അഹോരാത്രം. 15 അഹോരാത്രം ഒരു പക്ഷം അല്ലെങ്കിൽ 15 ദിവസം ഒരു പക്ഷം. നമ്മൾ കറുത്ത പക്ഷം, വെളുത്ത പക്ഷം എന്നൊക്കെ പറയത്തില്ലേ? ആ പക്ഷമാണ് ഇവിടെ പറയുന്നത്. അതായത് 15 ദിവസം. 2 പക്ഷം അതായത് 30 ദിവസം ഒരു മാസം. ഒരു മാസമെന്ന് പറയുന്നത് പിതൃക്കളുടെ ഒരു ദിവസമാണ്. കറുത്ത പക്ഷം അവരുടെ രാത്രിയും വെളുത്ത പക്ഷം അവരുടെ പകലുമാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, നമ്മുടെ ഒരു മാസം, നമ്മുടെ ഒരു
മാസമാണ്, 30 ദിവസമാണ് പിതൃക്കളുടെ ഒരു ദിവസം. 365 അഹോരാത്രങ്ങൾ അല്ലെങ്കിൽ ദിവസങ്ങൾ കൂടുമ്പോൾ മനുഷ്യർക്ക് ഒരു വർഷം. അതിൽ ഉത്തരായനം, അതായത് മകരം മുതൽ 6 മാസം പകലും ദക്ഷിണായനം രാത്രിയുമാണ്. മനുഷ്യരുടെ ഒരു വർഷം ദേവന്മാരുടെ ഒരു ദിവസമാണ്. 360 മനുഷ്യവർഷം ദേവകളുടെ ഒരു വർഷമാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മുടെ ഒരു വർഷം ദേവന്മാരുടെ ഒരു ദിവസമാണ്. 360 മനുഷ്യവർഷം ദേവന്മാരുടെ ഒരു വർഷം. ദേവന്മാരുടെ ഒരു വർഷത്തിനെ ദേവവർഷമെന്നും ദിവ്യവർഷമെന്നും പറയുന്നു. അങ്ങനെ 4800 ദിവ്യവർഷങ്ങൾ അല്ലെങ്കിൽ 17,28,000 മനുഷ്യ സംവത്സരങ്ങൾ ചേരുന്നതാണ് കൃതയുഗ കാലഘട്ടം. അതുപോലെ 3600 ദിവ്യവർഷം ത്രേതായുഗത്തിൻ്റെ കാലമാണ്. 2400 ദിവ്യവർഷമാണ് ദ്വാപരയുഗത്തിൻ്റെ കാലദൈർഘ്യം. 1200 ദിവ്യവർഷങ്ങൾ, അതായത് 4,32,000 മനുഷ്യവർഷങ്ങളാണ് കലിയുഗത്തിൻ്റെ കാലദൈർഘ്യം. ഇങ്ങനെ 4 യുഗങ്ങൾക്കും കൂടി 12,000 ദിവ്യവർഷങ്ങൾ അല്ലെങ്കിൽ 43,20,000 മനുഷ്യവർഷങ്ങൾ ഉണ്ട് എന്നാണ് ഭാഗവതത്തിൽ പറയുന്നത്. ഈ 4 യുഗങ്ങൾക്കും കൂടി ഒരു ചതുർയുഗം എന്ന് പറയുന്നു. ഇപ്രകാരമുള്ള 1000 ചതുർയുഗങ്ങളുടെ കാലം ബ്രഹ്മാവിൻ്റെ ഒരു പകലാണ്. അതിനുശേഷം അദ്ദേഹം എന്തു ചെയ്യുന്നു? നിദ്രയ്ക്ക് ഒരുങ്ങുന്നു. പകലിൻ്റെ അന്ത്യത്തിൽ നിദ്ര ആരംഭിക്കുന്ന കാലത്തിനെ കൽപ്പം എന്ന് പറയുന്നു. അന്നു മുതൽ പിന്നെ എന്താണ്? പ്രളയമാണ്. അതായത് ബ്രഹ്മദേവൻ സുഷുപ്തിയിൽ ലയിച്ചിരിക്കുന്ന രാത്രികാലമാണ് എന്ത്? പ്രളയം. അതുപോലെ 1000 ചതുർയുഗങ്ങളുടെ കാലദൈർഘ്യം വിരിഞ്ചൻ്റെ രാത്രിക്കും ഉണ്ട്. അങ്ങനെ പകലും രാത്രിയും കൂടിയുള്ള 2000 ചതുർയുഗങ്ങളുടെ കാലമാണ് ബ്രഹ്മദേവൻ്റെ ഒരു ദിവസം. ആ ദിവസത്തിന് പറയുന്ന പേരാണ് ബ്രഹ്മദിവസം, ബ്രഹ്മദിനം. ബ്രഹ്മദേവൻ്റെ രാത്രി അവസാനിക്കുമ്പോൾ പ്രളയവും അവസാനിക്കുന്നു. അതിനുശേഷം വീണ്ടും സൃഷ്ടി തുടരുന്നു. അതിനിടയിൽ യുഗങ്ങൾ ഉണ്ടാവുകയും 1000 ചതുർയുഗങ്ങൾ അവസാനിക്കുമ്പോൾ വീണ്ടും പ്രളയം ഉണ്ടാവുകയും ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും സൃഷ്ടി തുടങ്ങുന്നു. അങ്ങനെ ബ്രഹ്മദിനങ്ങളും ബ്രഹ്മായുസ്സുകളും ഒന്നിനു പുറകെ ഒന്നായി ഇങ്ങനെ അത്ഭുതത്തോടുകൂടി കടന്നു പോകുന്നു. ഇതാണ് ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്ന സമയക്രമം. നമ്മൾ സാധാരണയായിട്ട് ഈ വെളുത്ത പക്ഷം, കറുത്ത പക്ഷം, ഒരു മാത്ര, നാഴിക, വിനാഴിക, ബ്രഹ്മവർഷം, ബ്രഹ്മദിവസം, യുഗങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ചെറിയ ഒരു വിവരണമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. പെട്ടെന്നൊന്നും നിങ്ങൾക്ക് മനസ്സിലാകില്ല. ഒന്നിരുന്ന് വീണ്ടും വീണ്ടും കേട്ട് ആലോചിച്ച് ഒക്കെ എടുത്താൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. നമ്മളിപ്പോൾ പറയുന്നത് ഭാഗവതത്തിൻ്റെ ആദ്യ ഭാഗങ്ങളാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഭാഗങ്ങളൊക്കെ നമ്മൾ പറയുന്നത്. ഭാഗവതം സ്ഥിരമായി വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവർക്കൊക്കെ ഇതറിയാൻ സാധിക്കും. അതല്ലാത്തവരുടെ കാര്യമാണ് പറഞ്ഞത്. ഇതങ്ങോട്ട് കഴിയുമ്പോൾ നമ്മൾ രസകരമായ ഭഗവാന്റെ ജീവചരിത്രത്തിലേക്ക് കടക്കുന്നു. അടുത്ത ദിവസം നമ്മൾ പറയാൻ പോകുന്നത് ദക്ഷയാഗമാണ്. അങ്ങനെ കഥാഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇഷ്ടം വരും കേൾക്കാനായിട്ട്. പക്ഷേ ഈ ഭാഗങ്ങളൊക്കെ നിങ്ങൾ ഉപേക്ഷിക്കരുത്. കൃത്യമായി വീണ്ടും വീണ്ടും കേട്ട് ആ വാക്കുകളൊക്കെ നമുക്കൊന്ന് ഫെമിലിയർ ആക്കി വെക്കണം. എങ്കിൽ മാത്രമേ നാഴിക എന്താണ്, വിനാഴിക എന്താണ്, കറുത്ത പക്ഷം എന്താണ്, വെളുത്ത പക്ഷം എന്താണ് എന്നൊക്കെ നിങ്ങൾക്ക്
മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഒരു പിതൃവിൻ്റെ ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മുടെ ഒരു മാസമാണ്. അത്രയെങ്കിലും മനസ്സിലാക്കാനായിട്ട് സാധിച്ചല്ലോ. അപ്പം നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. എല്ലാ ദിവസവും മാധവത്തിൻ്റെ കൂടെ ഉണ്ടാകണം. ഭാഗവതം എല്ലാവരും കേൾക്കണം, നാമം ജപിക്കണം. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.